മലയാളി സൈഡിലെ ആൾക്കാർക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യാം. ഞങ്ങള് ഇപ്പൊ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയിലാണ്. പ്രത്യേക ഷോപ്പ് കണ്ടു, ആർമിക്കാരുടെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂട്ടാൻ അതിർത്തി പ്രദേശത്ത് കൂടെയാണ്. ഹലോ ഹായ്. പിന്നെ ഞങ്ങളെ പുതിയ ട്രിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഇന്റർനാഷണലാണ്. അത് ഭൂട്ടാനിലേക്കാണ്. നല്ല പ്ലാനിങ് ഒക്കെയാണ് നടത്തിയിരുന്നത്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, അവസാന നിമിഷം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ഇരിക്കുന്നത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. പ്ലാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ട്രെയിനായിരുന്നു. അതെ, നമ്മള് അരുണ എക്സ്പ്രസ്, നമ്മൾ പാലക്കാട് നിന്ന് നമ്മുടെ സിൽച്ചർ വരെ പോകുന്ന അരുണ എക്സ്പ്രസ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അവസാനം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റും ഇല്ല, ക്യാൻസലായിപ്പോയി. പിന്നെ ഒരു ഓപ്ഷനും ഇല്ല, ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത ഓപ്ഷൻ നോക്കി അങ്ങനെ അടുത്ത ട്രെയിൻ പിടിച്ച് ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ നമ്മൾ ബാഗ്ഡോഗ്രയിലേക്ക് ഫ്ലൈറ്റ് അടിച്ച് പോവാണ്. നല്ല ടൈറ്റാണ്, റേറ്റ് ആണ്. ഒന്നും നോക്കിയില്ല, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടക്കണം. അതെ, ഒരുപാട് പ്ലാനുകൾ നമ്മൾ നോക്കി അല്ലേ. പക്ഷേ തിരിച്ചു വീട്ടിൽ പോകാൻ ഏതായാലും മനസ്സ് വന്നില്ല. ട്രിപ്പിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഓക്കെ, ഞങ്ങളുടെ ട്രിപ്പ് ഒഫീഷ്യലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞാൽ നമ്മള് ഹിച്ച് ഹൈക്കിങ് പോലെ ആയിരുന്നു, ട്രെയിനൊക്കെ പിടിച്ച് പാലക്കാട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചേ. പക്ഷെ അപ്പൊ അതിനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ആകാത്തതുകൊണ്ടും വെയിറ്റ് ലിസ്റ്റ് ഒക്കെ ആയതുകൊണ്ടും തീരുമാനമാവോ കിട്ടുമല്ലേ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞൊരു മൂഡില്ലായിരുന്നു. എന്താ അതെ, വ്ലോഗ് എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എഴുതി സെക്കൻഡ് ക്ലാസ് പോന്നിട്ട് വെറുതെ അതിലിടങ്ങാറാണ്ടല്ലോ എന്ന് വെച്ചിട്ട് അല്ലേ, വ്ലോഗ് ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല. അറിയാലോ, മൂഡ് ശരിയില്ലെങ്കിൽ ഒരു കാര്യം നേരാവില്ല. അപ്പൊ അങ്ങനെ പോന്നതാണ്. ഇനി ഒഫീഷ്യലി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ബാഗ്ഡോഗ്ര എത്തും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാഗ്ഡോഗ്ര എത്തി പറയുവാണ്. ഹായ്, ഇപ്പോൾ നമ്മൾ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബാഗ്ഡോഗ്രയിലേക്ക്, അതായത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിക്ക് അടുത്തുള്ള എയർപോർട്ടാണ് ബാഗ്ഡോഗ്ര. അവിടേക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ 3 പേരാണുള്ളത്. പിന്നെ
എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലേ, എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. മൊത്തം 3 പേര് കോസ്റ്റ് വന്നിരിക്കുന്നത് 35,000 ആണ് വന്നിരിക്കുന്നത് ഒരാൾക്ക്. ഒരാൾക്ക് 11 സംതിങ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കോംപ്ലിമെന്ററി ഐറ്റം ഫുഡ് ഡിഷ് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ കൂടെ. വെറും ഫ്ലൈ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്നാക്സോ അങ്ങനെ സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അതെ, ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവ് ചെയ്ത് തരുമല്ലേ. മിക്കവാറും എല്ലാവരും പുറത്തുനിന്ന് കഴിച്ച് കയറി ചെയ്യാം. പിന്നെ ഏകദേശം ഒരു 3 hours ഫ്ലൈറ്റ് ഉണ്ട്. ഏകദേശം 2.25 മണിക്കൂർ ഫ്ലൈ ഉണ്ട്. ചിലപ്പോൾ നേരത്തെ എത്തും, കാലാവസ്ഥ കുഴപ്പമില്ലെങ്കിൽ നേരത്തെ എത്തും, അല്ലെങ്കിൽ കുറച്ചുകൂടി വൈകും. അങ്ങനെയൊക്കെ ഡിപ്പെൻസ് ആണല്ലോ. പിന്നെ ഏതായാലും ഫ്ലൈറ്റും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഭൂട്ടാനിലേക്കൊക്കെ പോകുന്നത്. കാരണം വെച്ചാൽ അവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറവ് ട്രെയിനുകളുള്ളത്. ഒന്ന് വിവേക് എക്സ്പ്രസ്, അരോണ എക്സ്പ്രസ് അല്ലേ, പിന്നെ ഒരു ഗുവാഹട്ടി വേണ്ടിയിട്ടല്ലേ. ഗുവാഹട്ടി നമ്മുടെ സൈഡിലല്ല, അത് കാട്ട്പാടി. അങ്ങനെ ഓക്കെ, അത് തന്നെ കാട്ട്മാടിന്നാണ് കണക്ഷൻ കിട്ടുക. അവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് റൂട്ടിൽ. നമ്മൾ മലയാളി സൈഡിലെ ആൾക്കാർക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. ഞങ്ങളിപ്പോൾ ഇന്നലെ സ്ട്രഗിൾ ചെയ്ത പോലെ തന്നെ. കാരണം എന്താ വെച്ചാൽ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, അവരേറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന വണ്ടിയാണ് ഈ 2 വണ്ടികൾ. അത് മാത്രമല്ല വെക്കേഷൻ ടൈം ആയപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടാത്തത്. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മാസം മുന്നേ അല്ലേ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും പോരാ. 2 മാസം ഈ സൈഡ് യാത്ര ചെയ്യാം. പാലക്കാട് ടു ഈ വെസ്റ്റ് ബംഗാൾ ഈ സൈഡ്, കൊൽക്കത്ത ഈ സൈഡ് യാത്ര ചെയ്യുകയാണെങ്കിൽ നേരത്തെ ട്രെയിന് സീറ്റ് റിസർവ് ചെയ്യാൻ നോക്കുക. അതെ, നേരത്തെ എന്ന് പറഞ്ഞാല് മിനിമം 2 മാസം മുന്നെങ്കിലും ചെയ്യണം എന്ന് എൻ്റെ അഭിപ്രായം. നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ 2 മാസം നല്ല പറ്റുള്ളൂ. പിന്നെ എങ്ങനെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അതന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ അത് മാത്രമല്ല, കുറച്ച് 2 വണ്ടികൾ കുറച്ച് വൃത്തിയും കുറവാണ്. അങ്ങനെ തന്നെ പറയാമല്ലോ, ഓപ്പണായിട്ട് പറയുന്നത്. ഇതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ലോങ്ങസ്റ്റ് ട്രെയിനാണ്, അതേമാതിരി വോസ്റ്റ് ട്രെയിനാണ്. 2 ലോങ്ങസ്റ്റ് ട്രെയിനാണ്. ഫസ്റ്റും സെക്കൻഡും അല്ലേ. ഇതിലേക്ക് ഏറ്റവും ഫസ്റ്റ് ലോങ്ങസ്റ്റ് ട്രെയിൻ ഉണ്ടോ, അരോണ സെക്കൻഡ് വരുന്നത് അല്ലേ. പിന്നെ ആളുകൾ ഇങ്ങനെ ഇത്രയും കൂടുതൽ ആളുകളും പിന്നെ മറ്റുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നതിൽ. അതുകൊണ്ട് തന്നെ വൃത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കുറവായിരിക്കും. മിനിമം 3 days എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. സ്ലീപ്പറും പിന്നെ അതേപോലെ സെക്കൻഡ് ക്ലാസ് ഒന്നും എടുക്കാതെ നിൽക്കുക നല്ലത് അല്ലേ. അവർക്ക് ചൂസ് ചെയ്യാം. എടുക്കണം, അല്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല. 3 days ആണ് മിനിമം പറഞ്ഞത്. സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് ശേഷം ലാൻഡ് ചെയ്യുന്ന 6:15 ലാൻഡ് ചെയ്യുന്ന വിചാരിക്കുന്നത്. ഓക്കെ, കാണാം. ഹായ്. ഓക്കെ, പിന്നെ ഞങ്ങള് ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയിലാണ്. ഇന്ന് 4 മണിക്കല്ലേ, 4 മണിക്ക് നമ്മള് ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. ഈ ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞാല് നമുക്ക് ഭൂട്ടാനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആക്സസബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ് ബാഗ്ഡോഗ്ര. അല്ല, ഭൂട്ടാനിലേക്ക് വേണമെങ്കിൽ നേരിട്ട് നമുക്ക് പാറോക്ക് പോകാം. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ മറ്റേ ഇവിടെ കൊൽക്കത്ത വന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പൊ അത് നല്ല റേഞ്ച് ആയിരിക്കും. ഇതിപ്പോ ഏകദേശം നമുക്കൊരു 11,000 രൂപക്കാണ് നമുക്ക് കിട്ടിയിരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെ ബുക്ക് ചെയ്ത് ദിവസമായതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചുകൂടി നന്നായിട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ ബാഗ്ഡോഗ്രയുടെ പ്രത്യേകത പറഞ്ഞത്, ബാഗ്ഡോഗ്രയിൽ വന്നിട്ട് നമുക്ക് സിലിഗുരി ഇല്ലേ, സിലിഗുരി അറിയാം. യഥാർത്ഥത്തിൽ അങ്ങനല്ല, ഈ സിലിഗുരിയാണ് ഈ ബാഗ്ഡോഗ്ര. അതായത് ഈ സിലിഗുരി എയർപോർട്ട് നമ്മൾ തന്നെയാണ് ബാഗ്ഡോഗ്ര. ഇത് ഏകദേശം ഈ പ്രദേശത്തിന്റെ പേരാണ് ബാഗ്ഡോഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
ഇവിടുന്ന് ഏറ്റവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഡാർജിലിംഗ് ജസ്റ്റ് 68 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. അതേപോലെ കാലിംപോങ് ഇല്ലേ, കാലിംപോങ്, പിന്നെ അതേപോലെ ഈ ഗാങ്ടോക്ക് ഇതൊക്കെ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. കുറച്ച് ദൂരമുള്ളൂ, അധികം ദൂരമൊന്നുമില്ല. ഡാർജിലിംഗിലേക്ക് വെറും 2 മണിക്കൂറിന്റെ ദൂരമുള്ളൂ. അതേമാതിരി ഗാങ്ടോക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും, ഒരു 4 മണിക്കൂർ ആവും. അത്ര ഏകദേശം ആ ഒരു റേഞ്ചിലെ വരുന്നു. ഏത് സമയത്ത് അത് നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മൾ നിൽക്കുന്ന നേരത്തെ തന്നെ അതായത് ഒരുപാട് എപ്പോഴും ബസ് പോകുന്നവരാ, എല്ലാം മറ്റേ സ്ലീപ്പർ അല്ലെ സൗകര്യമുള്ള ബസ്സുകളാണ് പോകുന്നത്. സെമി സ്ലീപ്പർ ആണ് വരുന്നത്. അപ്പോ മിക്കവാറും എല്ലാ വണ്ടികളും പോകുന്നത് ഡാർജിലിംഗ് അല്ലെങ്കിൽ ഗാങ്ടോക്ക് ആ സൈഡിലേക്കാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ നമ്മള് ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്ന വെച്ചാല് എയർപോർട്ടിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റ് മാർഗം വരികയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ. നമ്മളെ ഇന്നത്തെ സാഹചര്യം എന്താ വെച്ചാൽ നമുക്ക് ട്രെയിനില് നമ്മളെ റിസർവേഷൻ കൺഫേം ആയില്ല. അങ്ങനെയാണ് നമ്മള് ട്രിപ്പ് എന്തായാലും വരണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഫ്ലൈറ്റ് എടുത്ത് വരികയും ബാഗ്ഡോഗ്ര വരികയും ചെയ്യുന്നത്. ബാഗ്ഡോഗ്ര ശരിക്കും ഒരു ഇതാണ്, ഒരു കൊമേഴ്ഷ്യൽ അല്ല, ഒരു സൈനിക എയർപോർട്ട്. ആ അങ്ങനെ നമുക്കറിയില്ല, നമ്മളെ വെസ്റ്റ് ബംഗാളിന്റെ ചിക്കൻ നെക്ക് ഇല്ലേ, അപ്പൊ അതില് ഭയങ്കരമായിട്ട് എന്താ പറയാ സൈനികമായിട്ട് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർമി സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടുന്ന് ബാഗ്ഡോഗ്രയിൽ നിന്ന് നമുക്ക് പിന്നെ എവിടേക്ക് പോവാം, എവിടേക്ക് ഹസിമാരയ്ക്ക് ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. ഏകദേശം നമുക്കൊരു രാവിലെ 7 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, പിന്നെ 11:20 ഒരു ട്രെയിൻ ഉണ്ട്, പിന്നെ 3:15 വേറെ ട്രെയിൻ. 3 ട്രെയിനുകളുണ്ട്. ഇവിടുന്ന് ഏകദേശം 3.5-4 മണിക്കൂർ അല്ലെ, 4 മണിക്കൂറാണ് ഏകദേശം ഇവിടെ നിന്നുള്ള ദൂരമുള്ളത്. ബാഗ്ഡോഗ്രയിൽ നിന്ന് നേരെ ഹസിമാര പോവാം. അവിടുന്ന് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറായിട്ടുള്ള ജയ്ഗഡ്, ഇന്ത്യൻ ബോർഡറാണ് ജയ്ഗഡ്, ഭൂട്ടാന്റെ ബോർഡർ പുൻഷോളിങ് അല്ലെ. അപ്പൊ ഈ ജയ്ഗഡിലേക്ക് ഈ ഹസിമാരയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്തുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറും പിന്നെ അവിടുന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ ആ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗ്ഡോഗ്രയിൽ നിന്ന് നേരെ ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. നേരിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് നേരിട്ട് ട്രെയിനിൽ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 2 ട്രെയിനുകളുണ്ട്. ഒന്ന് വിവേക് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ അരുണ എക്സ്പ്രസ് ഉണ്ട്. വിവേക് പിന്നെ ആരും വല്ലാതെ പ്രിഫർ ചെയ്യാറില്ല, വിവേക് അത്രയും വൃത്തി കുറച്ച് കുറവാണ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ബസ്, മോശം ബസ്സായിട്ട് കാണുന്നത്. നല്ല ലക്ഷറി വണ്ടികൾ വേറെ പോകുന്നുണ്ട്, നല്ല വണ്ടികൾ പോകുന്നുണ്ട്. നമ്മളിപ്പോ നിന്ന സമയത്ത് തന്നെ ഏകദേശം 10-ലേറെ വണ്ടികൾ ഇപ്പോൾ പോയി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അരോണ എക്സ്പ്രസ് ഉണ്ട്, വിവേക് എക്സ്പ്രസ് ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മള് അലിപുർദാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏറ്റവും ഭൂട്ടാനിലേക്കൊക്കെ പോവാണെങ്കിൽ ഏറ്റവും അടുത്ത് അലിപുർദാറാണ്. ഈ അലിപുർദാറിൽ വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഹസിമാരയിലേക്ക് നമുക്ക് ടാക്സി എടുത്ത് പോകാം. ഏകദേശം 60 കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട്. അങ്ങനെ പോകാം. പക്ഷെ നമ്മള് ട്രെയിന് വരികയാണെങ്കിൽ ആ ഓപ്ഷൻ എടുക്കാം. ഈ ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ ഓപ്ഷൻ എടുക്കാം. ഈ ബാഗ്ഡോഗ്ര വന്നിട്ട് ഇങ്ങനെ ട്രെയിൻ എടുത്ത് പോയാലും മതി. അപ്പൊ ഇങ്ങനെ 2 റൂട്ടുകൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങൾ നാളെ രാവിലെ ഒരു 11:20 ട്രെയിൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്, 500 മീറ്റർ അകലെ ഉള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ എയർപോർട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ 3.5 കിലോമീറ്റർ അടുത്താണ് അല്ലേ ഉള്ളത്. പിന്നെ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ തന്നെയാണ്. കുഴപ്പമില്ല, വലിയ റേറ്റ് ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അതിന്റെ ശേഷം ഞങ്ങള് ബാഗ്ഡോഗ്രയിലെ ലോക്കൽ ഏരിയ കൂടെ നൈറ്റ് ലൈഫ് ഒക്കെ ഇറങ്ങിയതാണ്. അപ്പൊ പ്രത്യേക ഷോപ്പ് ഉണ്ട്, ആർമിക്കാരുടെ ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കണേ ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട്. ക്ലോത്ത് ഒക്കെ ഉണ്ട്. ആ ക്ലോത്ത് വെച്ചിട്ട് നമ്മളെ നാട്ടിലെ പോലെ തന്നെ ടൈലറിംഗ് ഷോപ്പാണ് തോന്നുന്നുണ്ട്. അതേപോലുള്ള സെറ്റപ്പാണ്. നല്ല ആർമിന്റെ എല്ലാ യൂണിഫോംസും കൂടെ കാണും. ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ 220 यूनिफॉर्म बनाने के लिए इधर आएगा। कोई आता है के लिए जाना पड़ता है 900। इसी तरह जगह हमारे
हमारे पास नहीं, हमारे घर में नहीं। केरल से, केरला से। स्पेशल देखा हाँ, अलाउड नहीं। टाइम नहीं मिलता है तो ഇവര് കോട്ടൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചോളൂ. हाँ കോട്ടല്ലേ ഷർട്ടാ मंडी आता है പൈസ ദിക്ത कभी आ गया ആ ആ അവരെ യൂണിഫോം തന്നെയാണ്, അതൊക്കെ ആർമി യൂണിഫോം തന്നെയാണ്. इधर कहाँ पे घूमने घूमने के लिए घूमने का भैया इसके बना के लिए कितना प्राइस? वो 3000 पड़ता है 3000 इतनी क्वालिटी है। वो मार्केट में अवेलेबल नहीं है, वो आपको सीएजी का थ्रू ही हाँ क्या मटेरियल है, क्या मटेरियल है? कॉटन मटेरियल भाई साहब अभी जो पैंट अंदर है हाँ पैंट फुल सेट पैंट भी है। फुल सेट फुल सेट। वो कही हुआ है ना ये वाला है वो भी आर्मी का ये ओल्ड पैटर्न हो गया, वो हाँ। न्यू पैटर्न हो ओ ओ ओ वो मार्केट में परचेज नहीं होगा, वो सीएजी का थ्रू ही आएगा। क्या फ्रूट है? ये क्या क्या फ्रूट है? क्या फ्रूट है? ये आपका सन मेलन। इम्पोर्टेड फ्रूट है किधर से ये हमारा स्टोरी पट्टा सिलीगुड़ी ये वाटरमेलन तरफ है। പറയാ ഇത് വാങ്ങണം കുറച്ച്. ये तो ताइवान प्लम, ये तो ताइवान में, ताइवान मेलन, ताइवान से फ्रॉम ताइवान ताइवान मेलन स्पेशल। ये तो क्या है? ये नेपाल का है आपका नेपाल के। ആ ये तो कौन? ആ മൂന്നെണ്ണം. तीन है भैया. रंडों पर है। हाँ दो भैया. दो भाई। थ्री हंड्रेड 300 300 पैसा रेट है कितना? ये आपका 180 का है, ये 180 का हुआ 180 हाँ किलो 300 रुपए 1 केजी 330 हाँ किलो 100 फ्री है नाम आपका? ओके ठीक है. आपका नाम क्या है? निमिष. ബാഗ്ദോഗ്രയിൽ എടുത്തിട്ടുള്ള റൂമാണത്. ഏകദേശം നമുക്ക് 1400 രൂപയാണ്. അത് AC റൂമാണ്, 3 പേർക്കുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലുള്ള റൂമാണ്. ബാഗൊക്കെ വലിച്ചു വാരിട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി വൃത്തിയുറവ്, അത് കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള റൂം തന്നെയാണ്. ഈ റേറ്റിൽ അഫോർഡബിൾ ആണെന്ന് പറയാം. ഓക്കെ ഹായ്, ഹലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലുവാണ് കഴിക്കുന്നത്. രണ്ടുണ്ടല്ലോ, രണ്ടുണ്ട്. ആലു പറാത്ത ഉണ്ട്, പിന്നെ പൂരി ബാജി. പുരി കറി രണ്ട് same ആണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല കുഴപ്പമില്ല. ഇത് ടേസ്റ്റ് ചെയ്തോട്ടെ. ആ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇവിടെ കിട്ടുന്നതിൽ അങ്ങനല്ല. അല്ല നമ്മള് വീട്ടിൽ കഴിക്കുന്നത് പോലെ. ആ അതെ അതെ കറി രണ്ട് സെയിം അല്ലേ? പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. നമ്മളെ മിക്കവാറും എല്ലാം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റോട് ഒന്നിച്ച ബ്രഞ്ച് ആക്കലാണ്. എന്നാലും ഇവിടുന്ന് കഴിച്ചു. ഇവിടെ കഴിച്ച് നല്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഓക്കെ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല എന്നുള്ളത്, ഫുഡാണ് അടിപൊളിയാണ്. അപ്പൊ നമ്മള് ബാഗ്ഡോഗ്ര എത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലുള്ള ബാഗ്ഡോഗ്രയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രെയിന് 11:45 നമ്മളെ ട്രെയിൻ വരുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പ്രസ് എന്ന് പറയും, അതായത് ട്രെയിൻ നമ്പർ 13,248. ഇതെടുത്തിട്ടാണ് നമ്മൾ ബാഗ്ഡോഗ്രയിൽ നിന്ന് ഹസിമാരയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ജയ്ഗോൺ വഴി ഭൂട്ടാനിലേക്ക് വരുന്നത്. 4 മണിക്കൂർ യാത്ര ഉണ്ട്. ചെറിയൊരു സ്റ്റേഷൻ സ്ലീപ്പറാണ് എടുത്തിട്ടുള്ളത്. 145 ഒരാൾക്ക് റേറ്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ടിക്കറ്റ് ആണെങ്കിൽ ഏകദേശം 60 സംതിങ് ആയിരിക്കും. നോക്കിയിട്ട് പറയാം. ഓക്കെ. പിന്നെ സിലിഗുരിയിൽ നിന്ന് ബാഗ്ഡോഗ്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ നമ്മൾ
മറ്റേ ഹസിമാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂട്ടാൻ അതിർത്തി പ്രദേശത്ത് കൂടെയാണ്. തൊട്ടടുത്തുള്ള അതിൻ്റെ മലകളൊക്കെ കാണുന്നത് ഭൂട്ടാനാണ്. ബോർഡർ ലൈനിലൂടെ നമ്മൾ പോകുന്നത്. ഇവിടെ മുഴുവനായിട്ടും മറ്റേ ടീ പ്ലാന്റേഷൻസ് ആണ്. ചിലവര് മുതൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ടീ പ്ലാന്റേഷൻസ് കാണാൻ പറ്റും. അതെ അതെ അതെ. ഏകദേശം ആ കാണുന്ന ഉയരം കൂടിയ പ്രദേശമൊക്കെ ഭൂട്ടാന്റെ ഭാഗമാണ്. ഈ കാണുന്ന റിവറിന്റെ പേരാണ് ജൽദഗ. ഈ തൊട്ട് മുമ്പിൽ കാണുന്ന മലകൾ കാണാൻ പറ്റും. ഈ മലകളൊക്കെയാണ് ഭൂട്ടാന്റെ ഭാഗമായിട്ടുള്ളത്. ഈ ജൽദഗ റിവർ വരുന്നത് ഭൂട്ടാനിൽ നിന്നാണ് കേട്ടോ. ഹായ്, അങ്ങനെ നമ്മള് ഹസിമാര ഇറങ്ങിയിട്ടുണ്ട്. ഭൂട്ടാനിലേക്ക് പോകുന്നതിനുള്ള കണക്ഷൻ ഏറ്റവും അവസാനം എത്തുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഹസിമാര. ഇവിടെ നമ്മൾ ജയ്ഗോണിലേക്ക് ടാക്സി എടുക്കുമ്പോൾ എന്നിട്ടാണ് നമ്മൾ ഭൂട്ടാൻ കടക്കുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ ഭൂട്ടാനിലേക്ക് എൻ്റർ ചെയ്യുന്നത് നാളെയാണ്. ഇന്നിപ്പോൾ ഏതായാലും എൻ്റർ ചെയ്യുന്നില്ല. നമ്മൾ തൽക്കാലം ജയ്ഗോൺ രാത്രി ജയ്ഗോണിലേക്ക് പോകും. ജയ്ഗോൺ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മുതലാണ് ബോർഡർ പ്ലേസിലേക്ക് പോകും, ബോർഡർ ടൗണിലേക്ക് പോകും. അതെ, അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ മോർണിംഗ് ആണ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പാക്കേജ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നാളെ മോർണിംഗിലാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഇന്ന് ജയ്ഗോണിന് സ്റ്റേ ചെയ്യും. പിന്നെ വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. പിന്നെ നമ്മൾ വന്ന വഴിയിൽ നമ്മള് കവുങ്ങല്ല കൂടുതല്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കയറി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് തേയിലത്തോട്ടങ്ങളാണെന്ന് അറിയുന്നത്. ഫുള്ള് കാടുകളാണ്. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് തേയില. നമ്മുടെ നാട്ടിലുള്ള തേയില നമ്മള് കുന്നിൻ ചെരുവിലൊക്കെ ആയിരുന്നു അല്ലേ? മൂന്നാറ് അങ്ങനെയുള്ള വയനാടൊക്കെ ആണല്ലോ. ഇവിടെ നിരപ്പായ സ്ഥലത്താണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നു പാന് ഞങ്ങളെ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ കൃഷി നല്ല ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പ്ലാന്റേഷൻ ആണ് മെയിൻ. നമുക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നന്നായിട്ട് മറ്റേ ടീ പ്ലാന്റേഷൻ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. അതെ അതെ, ഫോറസ്റ്റ് ആയിരുന്നു. ഒരു രാത്രി ഒന്നും അത്ര സേഫ് അല്ല. രാത്രി വണ്ടികളിൽ ഇങ്ങോട്ട് വരാതിരിക്കുകയായിരിക്കും നന്നാവുക. പകൽ സഞ്ചരിക്കുകയായിരിക്കും നന്നാകാം. പിന്നെ ലോക്കൽ മറ്റേ എന്താ പറയാ സെക്കൻഡ് ക്ലാസ് ഒന്നും എടുക്കാതിരിക്കും നന്നാകാം. പറ്റുമെങ്കിൽ സ്ലീപ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. അതായിരിക്കും നന്നാവാം. ഓക്കെ, ജയ്ഗോൺ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ടാക്സികളും ഓട്ടോറിക്ഷകളും അവൈലബിൾ ആണ്. അവിടെ ചിലപ്പോൾ ഫെയർ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് നേരെ ഒന്ന് ഫ്രണ്ടിലേക്ക് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ അവിടെ റോഡ് കാണാം. അവിടെ നിന്ന് കഴിഞ്ഞാലും വണ്ടികൾ കിട്ടുന്നതാണ്. ലേറ്റ് ആയതുകൊണ്ട് ബസ്സസ് ഒന്നും അവൈലബിൾ അല്ല. ഞങ്ങൾ ഓട്ടോറിക്ഷ ആണ് ചൂസ് ചെയ്തത്.